ഇന്നത്തെ ഡേ എൻ്റെ സ്റ്റഡി വ്ലോഗാട്ടോ. അപ്പം ഞാൻ CSEBയുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ അക്കൗണ്ടൻസി ബുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സാം ആറായിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലല്ലേ എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് വിചാരിച്ചത് ബുക്കൊക്കെ എടുത്ത് പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് അക്കൗണ്ടൻസി പഠിക്കാമെന്ന് വിചാരിച്ചു. അക്കൗണ്ടൻസി ഞാൻ ഇപ്പോൾ കുറേ നാളായി തൊട്ടിട്ട്. അപ്പോൾ അതൊന്ന് ബുക്കൊക്കെ ആദ്യം ഒന്ന് മറിച്ച് നോക്കി, ബുക്കുമായിട്ടൊരു പരിചയം വരണമല്ലോ. അതിന് ശേഷം നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചത് പേജിലൊക്കെ മറിച്ച് നോക്കുകയാണ് ഞാൻ. അങ്ങനെ നമുക്ക് ഇത് JDCയുടെ ടെക്സ്റ്റാണ്. അപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് കുറച്ച് നോട്ട്സൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും നമ്മൾ വരാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് വിട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നോട്ട്സൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തൊക്കെയാണെന്ന് വിചാരിച്ചത് കുറച്ച് നോട്ട്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അക്കൗണ്ടൻസി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ JDCക്ക് ചേർന്നതിന് ശേഷമാണ് ഞാൻ അക്കൗണ്ടൻസി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. സാധാരണ ഡിഗ്രിയൊക്കെ 3 വർഷം കഴിഞ്ഞവർക്ക് കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാരണം കുറച്ച് ടഫായിട്ട് നമുക്ക് തോന്നും. അക്കൗണ്ടൻസിക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്ത് ഞാൻ പഠിക്കുകയാണ് ഇപ്രാവശ്യം. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. 160 മാർക്ക് ഉണ്ടായിരുന്നു 100 മാർക്കിലേക്കൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഇനി എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും ഒരു പിടിയില്ല. അത് കാരണം ഞാൻ ഈ നോട്ടൊക്കെ എഴുതി വെച്ച് പഠിക്കുകയാണ്. ഞാനിങ്ങനെ എഴുതി വെച്ചാട്ടോ മിക്കതും പഠിക്കുന്നത്. എനിക്കിങ്ങനെ വായിച്ച് പഠിക്കും. അതിന് ശേഷം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ കുത്തിക്കുറുകി ഇട്ടാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും പേപ്പർ ഉണ്ടാവും ബുക്കിൻ്റെ ഒപ്പം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ ഇരുന്ന് പഠിക്കുക കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായി. ഇന്നത്തെ നമ്മുടെ പൊട്ടറ്റോ കറിയും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചാറിൽ തന്നെ എടുത്ത കാരണം അത്യാവശ്യം ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായി. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ പഠിക്കാമെന്ന് വിചാരിച്ചത് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അക്കൗണ്ടൻസിനായിട്ട് എടുത്തിട്ടുള്ളത് രാവിലെ അക്കൗണ്ടൻസി, ഉച്ചയ്ക്ക് ശേഷം വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും കുറച്ച് നോട്ട്സ് നമ്മൾ കോച്ചിങ് ക്ലാസ്സിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നോട്ട്സ് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ കോച്ചിങ് ക്ലാസ്സിന് ചേർന്നിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് സ്റ്റോളിലൊക്കെ നല്ല ബുക്സൊക്കെ കിട്ടും. ഇനി അതൊക്കെ ഒന്ന് മേടിക്കണം. ഈ ഒരു എക്സാം കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി അതൊക്കെ മേടിക്കാനായിട്ട്. അങ്ങനെ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതിനിടയിലാണ് വീട്ടിലേക്ക് മാങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കണ്ടപ്പോൾ തന്നെ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കിഡിലൻ ടേസ്റ്റായിരുന്നു. ഇത്രയും മധുരമുള്ള മാങ്ങ നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഊണ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ രസം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഊണും അതുപോലെ തന്നെ പരിപ്പും അതുപോലെ തന്നെ പടവലങ്ങ ഇട്ടതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ രസം തിളയ്ക്കുന്നുണ്ട്. ഞാൻ രസം അടുപ്പത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗോവയ്ക്ക് ഉപ്പേരി, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാരക്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയും കാറ്റൊക്കെ കാരണം നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കാരക്ക വീഴുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പഴുത്തതാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ കഴിക്കാം. അധികം നമുക്ക് കഴിക്കാനും പറ്റില്ല ഇത്. അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ.